വിവിധ തരത്തിലുള്ള ഓപ്പറേറ്ററുകൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻ, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റർ. ഇങ്ങനെ 4 തരം ഓപ്പറേറ്ററുകളാണ് പൈത്തണിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇവയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് ആദ്യത്തെ ഓപ്പറേറ്ററായ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ എന്താണെന്ന് നോക്കാം. ഞാനിപ്പോൾ 2 വേരിയബിൾ കൊടുക്കണം. എക്സ് ഈസ് ഈക്വൽ ടു 2 എന്ന് കൊടുക്കുന്നു, വൈ ഈക്വൽ ടു 3 എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് കണക്കിൻ്റെ ഓപ്പറേഷൻസുകളായി കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ. നമുക്കിവിടെ ചെയ്ത് നോക്കാം. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു നമുക്ക് 5 കിട്ടി. എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു നമുക്ക് -1 കിട്ടി. എക്സ് ഗുണം വൈ, എക്സ് ഇൻറ്റു വൈ നമുക്ക് 6 കിട്ടി. എക്സ് ഡിവൈഡ് ബൈ വൈ നമുക്ക് 0.066 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിനാണ് നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സിന് 8 എന്നുള്ള വാല്യൂ കൊടുത്തിരിക്കണം. അതായത് എക്സിനെ എവിടെ കണ്ടു കഴിഞ്ഞാൽ 8 ആണെന്ന് നമ്മൾ സങ്കല്പിക്കുകയാണ്, അതായത് നമ്മൾ അസൈൻ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി എക്സിൻ്റെ കൂടെ നമുക്ക് 2 കൂടി കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എക്സ് ഈക്വൽ ടു അതിന് 8 ആണുള്ള വാല്യൂ ആണ്, എക്സ് പ്ലസ് 2 എന്ന് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഈ 8ൻ്റെ കൂടെ 2 കൂടി കൂട്ടി പുതിയൊരു വാല്യൂ ആയിരിക്കും ഇനി എക്സിലോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി എക്സിൻ്റെ വാല്യൂ അടിച്ചു നോക്കാം. എക്സ് ഇപ്പോൾ 10 കിട്ടിയിരിക്കുകയാണ്. ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. എക്സ് പ്ലസ് ഈക്വൽ ടു 2 എന്ന് എഴുതി കഴിഞ്ഞാലും നമുക്ക് ഇതേ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ എക്സിന് 10 എന്നുള്ള വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ 2 കൂടി കൂട്ടി ഇനി പുതിയ എക്സ് എന്ന് പറയുന്നത് 12 ആയിരിക്കും. അപ്പോൾ ഇതിനെ ഈ രീതിയിൽ നമുക്ക് ഷോർട്ട് കട്ടായിട്ട് എഴുതാനായിട്ട് സാധിക്കും. എക്സ് ഗുണം ഈക്വൽ ടു നമ്മൾ 3 ആണ് ഗുണിക്കുന്നത്. ഇപ്പോൾ എക്സിന് വാല്യൂ 12 ആണ്. ഇപ്പോൾ പുതിയ എക്സ് നമുക്ക് കിട്ടുമ്പോൾ എത്രയാണെന്ന് നോക്കാം. പുതിയ എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ നമുക്ക് 36 കിട്ടുന്നതായിട്ട് സാധിക്കും. ഗുണനത്തിൽ, ഹരണത്തിലും, കൂട്ടുന്നതിൽ, കുറയ്ക്കുന്നതിൽ എല്ലാം നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലായി. ഇനി നമ്മളിവിടെ എക്സ് ഈസിക്കൽ ടു വൈ ഈസിക്കൽ ടു 3 എന്നാണ് നമ്മളിവിടെ കൊടുത്തത്. എന്നാൽ ഇതിന് നമുക്ക് ഷോർട്ട് കട്ടുണ്ട്. എ കോമ ബി ഈക്വൽ ടു 5,6 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്ക് 5 എന്നുള്ള വാല്യൂ, ബിക്ക് 6 എന്നുള്ള വാല്യൂ നമുക്കിവിടെ കിട്ടുന്നതായിട്ട് കാണാം. നമുക്ക് നോക്കാം. എ ഈക്വൽ ടു 5, ബി ഈസ് ഈക്വൽ ടു 6 എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഇങ്ങനെ 2 കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ലൈനിൽ നമുക്ക് എല്ലാത്തിൻ്റെയും വാല്യൂസ് അസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്താണ് റിലേഷണൽ ഓപ്പറേറ്റർ. റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി കാണാം, മറ്റെന്തെങ്കിലുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ എയും ബിയുടെയും വാല്യൂ എത്രയാണെന്ന് അറിയാൻ എയുടെയും ബിയുടെയും വാല്യൂ ഇപ്പോൾ നമുക്ക് അറിയാനായിട്ട് 5ഉം 6ഉം ആണെന്ന് സാധിച്ചു. ഇനി നമുക്ക് ഇത് റിലേറ്റ് ചെയ്ത് നോക്കാം. ഏതൊക്കെയാണ് റിലേഷൻ ഓപ്പറേറ്റർ? ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ലെസ് ദാൻ ഓർ നോട്ട് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ നോട്ട് ഈക്വൽ ടു, ഇങ്ങനെയൊക്കെ പോകുന്നതാണ് റിലേഷണൽ ഓപ്പറേറ്ററായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിത് തമ്മിൽ റിലേറ്റ് ചെയ്ത് നോക്കാം. എ ലെസ് ദാൻ 6 ആണോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ട്രൂ കിട്ടി. എ 6-നേക്കാളിലും ചെറുതാണ്. എ ഗ്രേറ്റർ ദാൻ 6 ആണോ നോക്കുക. അല്ല, ഫോൾസ് ആണ്. എയും ബിയും തുല്യമാണോ എന്നെങ്ങനെ നോക്കാം. തുല്യമാണെങ്കിൽ നമുക്ക് സമമാണല്ലോ ഇടണ്ടേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ നോക്കാം. എ ഈക്വൽ ടു ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ എയിലോട്ട് പോകും. എന്നാൽ നമുക്ക് ഇത് രണ്ടും കമ്പയർ ചെയ്യുകയാണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഒരു ഈക്വൽ ടു കൂടി ഇടുക. അതായത് എ ഈക്വൽ ടു ബി എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എയും ബിയും തുല്യമാണോ എന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിവിടെ ഫോൾസ് ആയിട്ട് കിട്ടും. എ ഈക്വൽ ടു 6 എന്ന് കൊടുക്കുക. ഇപ്പോൾ എയുടെ വാല്യൂ ബി ആയിരിക്കുകയാണ്. നോക്കുക, എയുടെയും ബിയുടെയും വാല്യൂസ് നമുക്കിപ്പോൾ നോക്കാം. രണ്ടും 6 ആണ്. ഇനി നമുക്ക് എ ഈക്വൽ ടു ബി ആണോ നോക്കുക. ഇപ്പോൾ ട്രൂ ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണോ നോക്കുക. എങ്ങനെ അറിയാൻ പറ്റും? അത് നമ്മൾ മുമ്പേ പഠിച്ചതുപോലെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണോ നോക്കുക. ട്രൂ ആണ്. ഒന്നെങ്കിൽ ലെസ് ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു, ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ ശരിയായാൽ നമുക്കിവിടെ ട്രൂ ആയിട്ട് കിട്ടുന്നതാണ്. ഇനി എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആണോ നോക്കുക. അപ്പോൾ നമുക്ക് അതും ട്രൂ ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. ഇനി നോട്ട് ഈക്വൽ ടു ബി ആണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? എയും ബിയും തുല്യമല്ല എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിന് ഉപയോഗിക്കുന്ന ചിഹ്നമാണ് എക്സ്ക്ലമേഷൻ സിമ്പിൾ. എ നോട്ട് ഈക്വൽ ടു ബി ആണോന്ന് ചെക്ക് ചെയ്യുക. ഫോൾസ് ആണ്. എ നോട്ട് ഈക്വൽ ടു ബി അല്ല. കാരണം എയും ബിയും ഇപ്പോൾ നിലവിൽ
തുല്യമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ബിക്ക് 7 എന്നുള്ള വാല്യൂ കൊടുത്ത് നോക്കാം. ബിക്ക് 7 എന്നുള്ള വാല്യൂ കൊടുത്തേച്ച് ഇനി നമ്മൾ എ നോട്ട് ഈക്വൽ ടു ബി ആണെന്ന് നോക്കാം. എ നോട്ട് ഈക്വൽ ടു ബി, എ നോട്ട് ഈക്വൽ ടു ബി. അപ്പോൾ നമുക്ക് ട്രൂ ആയിട്ട് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് വിവിധ തരത്തിലുള്ള റിലേഷണൽ ഓപ്പറേറ്ററുകൾ നമുക്ക് പൈത്തണിൽ ചെയ്യാവുന്നതാണ്. ഇനി അടുത്താണ് ലോജിക്കൽ ഓപ്പറേറ്റർ. ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ആൻഡ് ഓർ നോട്ട് എന്നിങ്ങനെ ഉള്ള കണ്ടീഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നതിനാണ് ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് ഇലക്ട്രിക്കൽ സർക്യൂട്ടിൻ്റെ രൂപത്തിൽ ഈ ചാനലിൽ തന്നെ വീഡിയോസ് കിടപ്പുണ്ട്. അത് കണ്ടതിന് ശേഷം ഇനിയുള്ള കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ്. അവിടെയുള്ള ട്രൂത്ത് ടേബിൾ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ എക്ക് 5 എന്നുള്ള വാല്യൂ കൊടുത്തു, ബിക്ക് 4 എന്നുള്ള വാല്യൂ കൊടുത്തു. എക്ക് 5, ബിക്ക് 4. ഇനി നമുക്ക് ഒരു കാര്യം നോക്കാം. എ ലെസ് ദാൻ 8, ഇവിടെ ആൻഡ് ബി ലെസ് ദാൻ 5 ആണോ നോക്കാം. ബി ലെസ് ദാൻ 5 ആണോ? ഇപ്പോൾ ഇവിടെ ആദ്യത്തെ കണ്ടീഷൻ ശരിയാണ്. എ ലെസ് ദാൻ 8 ആണ്, ബി ലെസ് ദാൻ 5 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രൂ ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. എ ലെസ് ദാൻ 8 ആൻഡ് ബി ലെസ് ദാൻ 2 ആണോ നോക്കാം. ഇപ്പോൾ ഇവിടെ എ ലെസ് ദാൻ 8 ആണ്, പക്ഷേ ബി ലെസ് ദാൻ 2 എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളും ആൻഡ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കണ്ടീഷൻ, നമ്മൾ എത്ര കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആൻഡ് ഉപയോഗിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ എല്ലാ കണ്ടീഷനും ശരിയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ട്രൂ കിട്ടുള്ളൂ. ഇവിടെ രണ്ടാമത്തെ കണ്ടീഷൻ ഫോൾസ് ആണ്, അതുകൊണ്ട് തന്നെ ഫോൾസ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഇനി ഇതേ കാര്യങ്ങൾ നമുക്ക് ഓർ ഗേറ്റ് ഇട്ട് നോക്കാം. എ ലെസ് ദാൻ 8 ഓർ ബി ലെസ് ദാൻ 5 നോക്കുക. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ ശരിയാണ്, അതുകൊണ്ട് തന്നെ നമുക്കിത് ട്രൂ ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഇനി എ ലെസ് ദാൻ 8 ഓർ ബി ലെസ് ദാൻ 2, ഇവിടെ രണ്ടാമത്തെ കണ്ടീഷൻ തെറ്റാണ്, പക്ഷേ ആദ്യത്തെ കണ്ടീഷൻ ശരിയാണ്. ഇപ്പോൾ ഓർ ഇട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ശരിയാണെങ്കിൽ നമുക്ക് ഇവിടെ ട്രൂ എന്നുള്ള വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അടുത്തത് നോട്ട് ഗേറ്റ് ആണ്. നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് കൊടുക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കിട്ടും. ഉദാഹരണത്തിന് എക്സ് ഈക്വൽ ടു ട്രൂ. ഇപ്പോൾ എക്സിലോട്ട് ട്രൂ എന്ന വാല്യൂ ആണ് കൊടുക്കേണ്ടത്, പക്ഷേ ഇത് എററായിട്ടായിരിക്കും കിട്ടുന്നത്. ഇനി കാരണം ടി എന്നുള്ളത് ക്യാപ്പിലായിട്ട് കൊടുക്കാനാണ്. ഇത് സ്ട്രിങ് ആയിട്ടല്ല കൊടുക്കുന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. ഇത് ട്രൂ എന്നുള്ള ഒരു ഓപ്പറേഷനാണ് കൊടുക്കുന്നത്. അതായത് ലോജിക്കൽ ഓപ്പറേറ്റർ കൊടുക്കുമ്പോൾ സിംഗിൾ കോട്ട്സിലോ ഡബിൾ കോട്ട്സിലോ എടുക്കരുത്. നമ്മൾ അതിന് പകരം ടി ക്യാപ്പിലായിട്ട് ഇട്ട് കൊടുക്കണം. ഈ കാര്യം പ്രത്യേകം ഓർക്കുക. എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ ടി എന്നിട്ട് ട്രൂ എന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അതിൻ്റെ കളർ മാറിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇനി എക്സിന് ട്രൂ ആണ്. ഇനി നോട്ട് എക്സ് കണ്ടുപിടിക്കാൻ, നോട്ട് എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നോട്ട് എക്സ് ഫോൾസ് ആയിട്ട് കിട്ടി. ഇനി ഈ നോട്ട് എക്സിൻ്റെ വാല്യൂ നമുക്ക് എക്സിലോട്ട് കൊടുക്കണം. എക്സ് ഈക്വൽ ടു നോട്ട് എക്സ് എന്ന് കൊടുക്കുക. അപ്പോൾ നോട്ട് എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ എന്താണ്? ഫോൾസ് ആണ്. ആ വാല്യൂ നമുക്ക് എക്സിലോട്ട് കിട്ടിയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ലോജിക്കൽ ഓപ്പറേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് അരിത്മെറ്റിക് ഓപ്പറേറ്റർ, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്ററുമാണ്. 8. ഇനി നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.